ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മുള്ളൻ ചക്ക ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഔഷധ ഗുണങ്ങൾ. മുള്ളൻ ചക്ക വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമാണ്. രോഗപ്രതിരോധ ശേഷി. ഉയർന്ന അളവിലുള്ള വിറ്റാമിൻ സി ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ക്യാൻസർ പ്രതിരോധം. ഇതിലടങ്ങിയിരിക്കുന്ന അസറ്റോജനിൻ എന്ന ഘടകത്തിന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എങ്കിലും ഇത് ഒരു പൂർണ്ണ ചികിത്സയല്ല. ദഹനം സുഗമമാക്കുന്നു. ഇതിലെ നാരുകൾ, ഫൈബർ മലബന്ധം തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. രക്തസമ്മർദ്ദം കുറക്കുന്നു. പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം കുറക്കാൻ ഇത് സഹായിക്കുന്നു. ഉറക്കക്കുറവ് പരിഹരിക്കുന്നു. മുള്ളൻ ചക്കയുടെ ഇല ചായയിലിട്ട് കുടിക്കുന്നത് മാനസികമായ സമ്മർദ്ദം കുറക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കാറുണ്ട്. അമിതമായ ഉപയോഗം താഴെ പറയുന്ന പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാം. പാർക്കിൻസൺസ് രോഗസാധ്യത. മുള്ളൻ ചക്കയിലുള്ള ചില ന്യൂറോടോക്സിനുകൾ അമിതമായി ഉള്ളിലേക്ക് എത്തിയാൽ നാഡീവ്യൂഹത്തെ ബാധിക്കാനും പാർക്കിൻസൺസ് രോഗത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. മുള്ളൻ ചക്കയുടെ കുരുവിലെ വിഷാംശം. ഇതിലെ കുരുവിൽ വിഷാംശമുണ്ട്. അതിനാൽ കുരു കളഞ്ഞതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. രക്തസമ്മർദ്ദം കുറയുന്നത്. BP കുറക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം രക്തസമ്മർദ്ദം അപകടകരമാംവിധം താഴാൻ ഇത് കാരണമായേക്കാം. ഗർഭിണികൾ ഇത് ഒഴിവാക്കുന്നതാണ് ഉചിതം. കാരണം ഇത് ഗർഭാശയ സങ്കോചത്തിന് കാരണമായേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരോ വിട്ടുമാറാത്ത രോഗമുള്ളവരോ ആണെങ്കിൽ മുള്ളൻ ചക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതായിരിക്കും. ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പഴമാണിത്. പുറം ഭാഗത്ത് മുള്ളുകൾ നിറഞ്ഞ പച്ച നിറത്തിലുള്ള തൊലിയാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് മുള്ളൻ ചക്ക എന്ന് വിളിക്കുന്നത്. അകത്ത് നല്ല വെള്ള നിറത്തിലുള്ള മാംസളമായ ഭാഗവും കറുത്ത വിത്തുകളും കാണപ്പെടുന്നു. ഇതിന് നേരിയ പുളിപ്പും മധുരവും കലർന്ന ഒരു പ്രത്യേക രുചിയാണ്. രോഗപ്രതിരോധശേഷി. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നാരുകൾ, ഫൈബർ കൂടുതൽ ഉള്ളതിനാൽ ദഹനപ്രക്രിയ സുഗമമാക്കാനും മലബന്ധം കുറക്കാനും ഇത് നല്ലതാണ്. പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ മുള്ളൻ ചക്ക സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് നമ്മുടെ മുള്ളൻ ചക്ക. മുള്ളൻ ചക്ക ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ഒരു പൂർണ്ണമായ ക്യാൻസർ മരുന്നാണെന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഇനിയും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചികിത്സക്ക് പകരമായി ഇതിനെ ഒരിക്കലും കാണരുത്. മുള്ളൻ ചക്ക പ്രധാനമായും ജ്യൂസ്, സ്മൂത്തി, ഐസ്ക്രീം എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഇലകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം രക്തസമ്മർദ്ദം കുറക്കാനും പ്രതിരോധശേഷി കൂട്ടാനും നല്ലതാണ്. മുള്ളൻ ചക്കയുടെ വിത്തുകളിൽ അനൊനാൻസിൻ എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഇത് അമിതമായി ഉള്ളിൽ ചെന്നാൽ നാഡീവ്യൂഹത്തെ ബാധിക്കാനും പാർക്കിൻസൺസ് രോഗത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ വിത്തുകൾ നീക്കം ചെയ്ത് മാത്രം ഉപയോഗിക്കുക. പഴുത്ത മുള്ളൻ ചക്ക നേരിട്ട് കഴിക്കാം. കൂടാതെ ജ്യൂസ്, ഷേക്ക്, ഐസ്ക്രീം, പുഡിംഗ് എന്നിവയുണ്ടാക്കാൻ ഇത് മികച്ചതാണ്. മുള്ളൻ ചക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവ കുറക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ത്വക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് നീർവീക്കം കുറക്കാനും ചിലതരം ചർമ്മരോഗങ്ങൾക്കും ആശ്വാസം നൽകും. രക്തസമ്മർദ്ദം, BP, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ മുള്ളൻ ചക്ക സഹായിക്കും. യൂറിക് ആസിഡ്.
ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറക്കാൻ ഇത് സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ബാക്ടീരിയക്കെതിരെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷാംശം. മുള്ളൻ ചക്കയുടെ വിത്തുകളിലും മരത്തൊലിയിലുമാണ് വിഷാംശം കൂടുതലുള്ളത്. അത് നാഡീവ്യൂഹത്തെ ദോഷകരമായി ബാധിക്കാം. അതിനാൽ വിത്തുകൾ ഒരിക്കലും കഴിക്കരുത്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. BP ലോ ആകാൻ മരുന്ന് കഴിക്കുന്നവരോ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരോ ഇത് കഴിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് പെട്ടെന്ന് നില കുറക്കാൻ കാരണമായേക്കാം. ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് ഇത് നന്നായി വളരുന്നത്. വിത്തുകൾ വഴിയോ ഗ്രാഫ്റ്റിംഗ് വഴിയോ പുതിയ തൈകൾ ഉണ്ടാക്കാം. കാര്യമായ കീടശല്യമില്ലാത്ത സസ്യമായതിനാൽ വീട്ടുമുറ്റത്ത് എളുപ്പത്തിൽ വളർത്താം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരോ വിട്ടുമാറാത്ത രോഗമുള്ളവരോ ആണെങ്കിൽ മുള്ളൻ ചക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ മുള്ളൻ ചക്കയെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.